ആലപ്പുഴ രാമങ്കരയിൽ വൃദ്ധയെ കെട്ടിയിട്ട് പണം കവർന്ന കേസിലെ പ്രതി കനാലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതിയെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ച പോലീസിൽ ഏൽപ്പിച്ചു. വിവരങ്ങൾ നൽകാനായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു പ്രതിയുടെ ശ്രമം. എപ്പോഴായിരുന്നു സംഭവം? ആലപ്പുഴ രാമങ്കരിയിലെ വൃദ്ധയെ കെട്ടിയിട്ട് അത്തരത്തിൽ പണം കവർച്ച നടത്തിയ കേസിലെ പ്രതി നേരിങ്കര സ്വദേശി അഖിലാണ്. അത്തരത്തിൽ രാമങ്കരി പോലീസ് കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിയിലേക്കുള്ള അന്വേഷണം നടക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് പ്രതി അഖിൽ ഈ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരാൾ രാജേഷ് എന്ന് പറയുന്ന മറ്റൊരാൾ ഈ കേസിൽ പെട്ടിട്ടുണ്ട്. അതായത് ഈ പ്രതി ഈ പണം കവർന്നതിന് ശേഷം രാജേഷിൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഈ സ്ഥലത്ത് നിന്ന് സ്വന്തം സ്ഥലമായ നെയ്യാറ്റിൻകരയിലേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ രാജേഷിനെ ഈ കേസിൽ പ്രതി അഖിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ചുകൊണ്ട് തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിലവിൽ ഈ സമയത്ത് ആ പ്രദേശത്ത് രാത്രിയിൽ രാജേഷിൻ്റെ കുടുംബവുമായി പ്രതി തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നാട്ടുകാർ ഓടിക്കൂടുന്നു, ആ സ്ഥലത്തേക്ക് എത്തുന്നു. ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രതി കനാലിലേക്ക് ചാടിയത്. അപ്പോൾ തന്നെ നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി. ആ ഘട്ടത്തിലാണ് നെയ്യാറ്റിൻകര പോലീസും തിരിച്ചറിയുന്നത് ഇത് രാമങ്കരി മോഷണ കേസിലെ പ്രതിയാണ് എന്ന് തിരിച്ചറിയുന്നത്. അത്തരത്തിൽ ഇത് രാമങ്കരി പോലീസുമായി അവർ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ പ്രതി അഖിൽ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അത്തരത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത്. എന്നാൽ പോലീസ് നേരിട്ട പ്രശ്നം കനാലിലേക്ക് ചാടിയ പ്രതി കനാലിന് ആഴമുള്ളതുകൊണ്ട് പ്രതി നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. പകരം സമീപത്തുള്ള ചെടികളിൽ തൂങ്ങിക്കിടന്നു. അങ്ങനെ ഒടുവിൽ ഫയർഫോഴ്സിനെ വിളിച്ചെത്തിച്ചാണ് നെയ്യാറ്റിൻകര പോലീസ് പ്രതിയെ പിടികൂടുന്നത്. എന്തായാലും രാമങ്കരി മോഷണ കേസിലെ പ്രതിയാണ് നിലവിൽ ആലപ്പുഴ രാമങ്കരിയിൽ മോഷണ കേസിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പ്രതി എന്തായാലും നിലവിൽ നെയ്യാറ്റിൻകര പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. നാളെ തന്നെ രാമങ്കരി പോലീസിന് പ്രതിയെ കൈമാറും. ശരി, ആലപ്പുഴ രാമങ്കരയിൽ വൃദ്ധയെ കെട്ടിയിട്ട് പണം കവർന്ന കേസിലെ പ്രതിയാണ് കനാലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്.